അതെ, നിങ്ങൾ വിവരം വല്ലതും അറിഞ്ഞോ? എന്ത് വിവരം? നമ്മുടെ D1 പ്രകാശനില്ലേ, അവൻ ആശുപത്രിയില്ല. ഇച്ചിരി പ്രശ്നമാണെന്നാ കേട്ടത്. TV-യിൽ വാർത്ത കണ്ടിട്ടാ ഞാൻ അറിഞ്ഞ്. വാർത്തയിലോ? എന്താ സംഭവം? ഏതോ ഒരു തട്ടിപ്പുകാരന്റെ വലയപ്പെട്ടതാ. എന്തോ സിദ്ധിയൊക്കെ ഉള്ള ആളാണെന്നും പറഞ്ഞ് ഒരാൾ ഇവനെ പരിചയപ്പെട്ടത്രേ. ഇവനാണെങ്കിൽ ജോലിയൊക്കെ പോയിരിക്കുകയല്ലേ. എന്നിട്ട് അയാൾ എന്തോ മന്ത്രമൊക്കെ നടത്തിയിട്ട് പറഞ്ഞു അത്രേ, വീട്ടിലെ സ്വർണം ആ പ്രശ്നമെന്ന്. അതിലെന്തോ ഭയങ്കര സംഗതി കയറി കൂടിയിട്ടുണ്ടെന്ന്. സ്വർണത്തിൽ എന്ത് പ്രശ്നം? ഇവൻ മണ്ടനായതുകൊണ്ട് അതങ്ങ് വിശ്വസിച്ചു. ഭാര്യയുടെയും അമ്മയുടെയും കുഞ്ഞിന്റെയും ഒക്കെ ആഭരണങ്ങൾ അങ്ങ് ഊരിയെടുത്ത് അയാളെയും കൂട്ടി അയാളുടെ വണ്ടിയിൽ ഇത് മാറ്റി വാങ്ങാൻ പോയതാ. വഴിയിൽ വെച്ച് 2 പേര് കാറി കയറിയെന്ന് ഇടിച്ച് കൊല്ലാറാക്കി വഴിയിൽ ഉപേക്ഷിച്ച് അവന്മാര് സ്വർണവും കൊണ്ട് കടന്നു കളഞ്ഞു. ഷോ, എന്നാലും ഇപ്പോഴത്തെ കാലത്തുണ്ടല്ലോ ഇതുപോലെ വിവരദോഷികൾ. വിദ്യാഭ്യാസം എത്ര ഉണ്ടായിട്ടെന്താ? തിരിച്ചറിവില്ലെങ്കിൽ പോയില്ലേ കാര്യം. നമുക്കിടയിലുണ്ട് അവർ, നിശബ്ദരായ കൊലയാളികൾ. സൗമ്യമായി പുഞ്ചിരിച്ച് മധുരമായി സംസാരിച്ച് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ചെവി തന്ന് ഒപ്പമുണ്ടെന്ന് ആശ്വാസം പകർന്ന് ഒടുവിൽ തരം കിട്ടിയാൽ ക്രൂരതയുടെ ഏറ്റവും ഭീകരമായ മുഖം പുറത്തെടുക്കുന്നവർ. ഇറച്ചിക്കടയിലെ മാംസത്തിന്റെ വില പോലും മനുഷ്യ ശരീരത്തിന് നൽകാത്ത നരാധമന്മാർ. അവരെ കരുതിയിരിക്കണം. പെട്ടെന്ന് പണമുണ്ടാക്കാമെന്നും പ്രശ്നപരിഹാര ക്രിയകൾ നടത്താമെന്നും മറ്റും പറഞ്ഞ് ആരുടെ മുന്നിലും അവതരിച്ചേക്കാം അവരിൽ ഒരാൾ. പ്രലോഭനങ്ങൾക്ക് എളുപ്പം വഴിപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഓർത്തുകൊള്ളുക, നിങ്ങളും ഇരയാക്കപ്പെട്ടേക്കാം. വേണ്ടത് ചിന്തിച്ചുള്ള തീരുമാനങ്ങളാണ്. നമ്മുടെ ജീവിതം മറ്റൊരാൾക്ക് എളുപ്പം എറിഞ്ഞുടയ്ക്കാനുള്ളതല്ല. ആരുടെയും കയ്യിലെ കളിപ്പാവയാവാതെ ജീവിക്കൂ. ലെറ്റ് us ചേഞ്ച്.